ഹലോ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു സംഭവത്തിൽ വായിച്ചാണ് കേട്ടോ. ദൈവത്തിനോട് ഒരാൾ ചോദിച്ചു, ദൈവം നേരത്തെ എല്ലാം തീരുമാനിച്ച് വെച്ചേക്കുവാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ഈ പ്രാർത്ഥിക്കുന്നത് എന്ന്. അപ്പോൾ ദൈവം പറഞ്ഞു, അതെ, ഞാൻ എല്ലാം തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെയാണ് നടക്കുന്നതും. പക്ഷേ അതിൽ നിന്നും നിനക്ക് അതിജീവിക്കണ്ടേ? ആ സംഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ നിനക്ക് രക്ഷ നേടി പിന്നെയും നിനക്ക് ജീവിക്കണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നീ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥനയിലൂടെ നിനക്ക് അതിനുള്ള ശക്തി കിട്ടും, അതിനുള്ള പവർ ഉണ്ടാവും എന്ന്. അപ്പോൾ ശരിയാണ് കാര്യം. ഓരോ സംഭവം നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നാളെ നമ്മുടെ ലൈഫിൽ എന്താണ് എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ചിലപ്പോൾ പെട്ടെന്നായിരിക്കും ഇടുത്തി പോലെ വല്ലതൊക്കെ വന്ന് വീഴുന്നത്. അപ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് അയ്യോ ഇതിൽ നിന്ന് എങ്ങനെ മറികടക്കും, എന്ത് ചെയ്യും എന്ന് പറയും. ഇപ്പോൾ നമ്മൾ പല ശക്തിക്ക് ഉപയോഗിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടും. പക്ഷേ പോസിറ്റീവ് ശക്തികൾ മാത്രമേ ചിന്തിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. കാര്യം നെഗറ്റീവ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അതിൽ നിന്നും അതിജീവനമല്ല, അങ്ങനെ രക്ഷപ്പെടാൻ കഴിയില്ല. കാരണം മറ്റൊരാളെ ഉപദ്രവിച്ചും അവരെ കൊന്നും അവരെ കണ്ണീരിലാഴ്ത്തിയിട്ടും ആണ് നമ്മൾ ആ സംഭവത്തിൽ നിന്നും അതിജീവിക്കുന്നതെങ്കിൽ അതൊരു അതിജീവനമല്ല, ഒരിക്കലും അതൊരു പോസിറ്റീവ് അല്ല, അത് നെഗറ്റീവാണ്. അപ്പോൾ പിന്നെയും നമ്മൾ ഒരു പവർ നമ്മൾ നേടിയിട്ടില്ല, പിന്നെയും നമ്മൾ വിഷമത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. ആ ഒരു സംഭവത്തിൽ നിന്ന് നമ്മൾ കടന്നിട്ടില്ല എന്നുള്ളതാണ് കാര്യം. ഇതിനൊന്നും പറ്റാത്തവരാണ് ചിലപ്പോൾ ആത്മഹത്യ ചെയ്യുന്നത്, ജീവിതത്തിൽ നിന്നും ഒളിച്ചോടുന്നത് എല്ലാം. അപ്പോൾ ഇതിൽ നിന്നും ഒക്കെ നമുക്കൊരു ശക്തി കിട്ടി, പോസിറ്റീവ് ഒരു വൈബൊക്കെ ഉണ്ടാക്കിയെടുത്ത് നമ്മൾ അതിൽ നിന്നൊക്കെ കടന്ന് പിന്നെയും നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുന്നതായിരിക്കാം ദൈവം പറയുന്നത്. നീ എന്നോട് പ്രാർത്ഥിക്കുക, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് അതിനുള്ള ഒരു ശക്തി തരും, ഒരു വൈബ് തരും എന്നുള്ളത് അല്ലേ. അപ്പോൾ അത് ഒരു സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പം ഞാൻ വിചാരിക്കുകയായിരുന്നു, കഴിഞ്ഞ ദിവസം ഒരു വാർത്തയിൽ വായിച്ചൊരു സംഭവം, ഒരു പെണ്ണും അതിൻ്റെ ഒരു സുഹൃത്തും കൂടി ആത്മഹത്യ ചെയ്ത സംഭവം അയാൾ കല്യാണം കഴിച്ചതായിരുന്നു, ഈ പെൺകുട്ടി കല്യാണം അല്ലായിരുന്നു. അപ്പോൾ ഈ പെൺകുട്ടിയുടെ കൂട്ടുകാരിയുടെ തന്നെ ഭർത്താവായിരുന്നു അയാൾ. അപ്പോൾ ഇവർ തമ്മിലൊരു ഇഷ്ടം വന്നു. അങ്ങനെ എന്താ പറയുക, വീട്ടിലൊക്കെ ആകെ കോലാഹലമായി. അപ്പോൾ ഈ പെൺകുട്ടി നീ എന്നെ ചതിച്ചു, എൻ്റെ കൂട്ടുകാരി ആയിരുന്നു കൊണ്ട് നീ എന്നെ ചതിച്ചു, വഞ്ചിച്ചു, അതിൻ്റെ പേരിൽ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. പക്ഷേ രക്ഷപ്പെട്ടു. പക്ഷേ അതിൻ്റെ മനോവിഷമം സഹിക്കാൻ പറ്റാതെ ഈ കൂട്ടുകാരിയായ പെൺകുച്ചും അതുപോലെ ഇവളുടെ ഭർത്താവും കൂടിയിട്ട് എന്ത് ചെയ്തു, ആത്മഹത്യ ചെയ്തു ഒരുമിച്ച്. അപ്പോൾ ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്, ഇത് എന്ത് മാജിക്കാണെന്ന് എനിക്ക് മനസ്സിലാവാത്ത. ഇപ്പം ഈ പെൺകുട്ടീൻ്റെ ജീവിതവും പോയി, ആ കൂട്ടുകാരീൻ്റെ ജീവിതവും പോയി, ഇയാളുടെ ലൈഫും പോയി, വീട്ടുകാർക്കൊക്കെ ആകെപ്പാടെ മൊത്തത്തിൽ നഷ്ടങ്ങളായി. അപ്പോൾ എന്താ പറയുക, എത്ര പേരുടെ ജീവിതമാണ് ഒരു നിമിഷം കൊണ്ട് തച്ചുടഞ്ഞു പോയത്. അതായത് അനാവശ്യമായ ഒരു സ്നേഹബന്ധമായിരുന്നു അവിടെ വന്നത്. കാര്യം അവർക്ക് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ, അത് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഒരാളുടെ കണ്ണീര് കുടിപ്പിച്ചുകൊണ്ട് ശാപത്തിലാക്കി ജീവിതം നശിപ്പിച്ചുകൊണ്ട് രണ്ടുപേർക്ക് ഒന്നിച്ച് ജീവിക്കാൻ പറ്റത്തില്ല. കാര്യം അതൊരു നെഗറ്റീവ് വൈബാണ്, അത് അതിജീവനമല്ല എന്ന്. അപ്പോൾ ദൈവം പറയുന്നത് അതാണ്, പ്രാർത്ഥനയിലൂടെ ആണെങ്കിലും നമ്മൾ അത് അതിജീവിക്കുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം, അല്ലാതെ നെഗറ്റീവിലൂടെ ആണെങ്കിൽ അതിന് അതിജീവനം എന്ന് പറയാൻ പറ്റത്തില്ല. എനിക്കിതെന്ത് പറ്റി? എന്തായാലും ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും തിങ്ക് പോസിറ്റീവ്, ആരെയും ഉപദ്രവിക്കാതിരിക്കുക, ആരെയും നമ്മൾ കാരണം കരയാതിരിക്കുക, കണ്ണീരിലാക്കാതിരിക്കുക, നെഗറ്റീവായിട്ട് ചിന്തിക്കാതിരിക്കുക, അത്രേ ഉള്ളൂ.